ഇന്ന് നടന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഓഫീസ് അറ്റൻഡൻറ്റ് എക്സാമിൻ്റെ ആൻസറൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് സി ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് സി എ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിവേകോദയത്തിൻ്റെ സ്ഥാപകനാര്? ആൻസർ ഓപ്ഷൻ എ കുമാരനാശാനെ. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാര്? ആൻസർ ഓപ്ഷൻ എ കെ എം മുൻഷി. മൂന്നാമത്തെ ചോദ്യം, 102ാമത്തെ ഭരണഘടന ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഏത്? ആൻസർ ഓപ്ഷൻ എ അനുച്ഛേദം 338B. നാലാമത്തെ ചോദ്യം, തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ പുന്നപ്ര വേലാർ സമരം. അഞ്ചാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? ആൻസർ ഓപ്ഷൻ സി വെല്ലൂർ കലാപം. ആറാമത്തേത്, ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാര്? ആൻസർ ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പ്. 7 6 മുതൽ 14 വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം? ആൻസർ ഓപ്ഷൻ ബി അനുച്ഛേദം 24. എട്ടാമത്തെ, 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം? ഓപ്ഷൻ എ ആൻസർ ഓപ്ഷൻ എ യുണൈറ്റഡ് കിങ്ഡം UK. ഒമ്പതാമത്തെ ചോദ്യം, യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാര പരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ വാർത്താവിനിമയമാണ്. പത്താമത്തേത്, രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം? ആൻസർ ഓപ്ഷൻ സി സംവാദ് കൗമുദി. 11 ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചവരാണ്? ആൻസർ ഓപ്ഷൻ ബി DK കാർവെ. 12ാമത്തെ ചോദ്യം, വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത്? ആൻസർ ഓപ്ഷൻ ബി മറാത്തി ഭാഷയിലെ. 13 ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയതാര്? ആൻസർ ഓപ്ഷൻ സി NV കൃഷ്ണവാര്യർ. 14ാമത്തെ ചോദ്യം, മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് എടുത്തത്? ആൻസർ ഓപ്ഷൻ ബി റഷ്യയിൽ നിന്നാണ്. 15ാമത്തേത്, താഴെ പറയുന്നതിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ. 16ാമത്തേത്, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ? ആൻസർ ഓപ്ഷൻ സി അബനീന്ദ്രനാഥ ടാഗോർ. 17 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തു? ആൻസർ ഓപ്ഷൻ എ ഒരു തവണ. 18 സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത്? ആൻസർ ഓപ്ഷൻ എ മൈസൂർ. 19 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ. 20ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം? ആൻസർ ഓപ്ഷൻ സി വിഴിഞ്ഞം. 21 താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവയെന്നാണ്? ശരിയായിട്ടുള്ളത് അങ്ങ് പറയാം. മഹൽനോമിസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായി ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പാക്കി വന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് 2, 3, 4. 22 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായ അദ്ദേഹത്തിൻ്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം? ആൻസർ ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ. 23ാം ചോദ്യം, താഴെ പറയുന്നവൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ്. 24 നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണെന്നാണ് ചോദിക്കുന്നത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ചാണ്. 25 താഴെ തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക? ആൻസർ ഓപ്ഷൻ ബി ഷോളയർ പാലക്കാടാണ്. 26 ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത്? ആൻസർ ഓപ്ഷൻ ഡി ആറളമാണ്. 27 വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഇരവികുളം ദേശീയോദ്യാനം. 29 പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും താഴെ നൽകിയിരിക്കുന്നു. അതിൽ തെറ്റായത് കണ്ടുക? ആൻസർ ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗൽ ആണ് തെറ്റായിട്ടുള്ളത് വരുന്നത്. 29 ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഇറാനാണ്. 30 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ബി ഒഡീഷ ആന്ധ്രാപ്രദേശാണ്. 31 താഴെ തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 3ഉം 5ഉം ആണ്, അതായത് ഗുജറാത്തും മധ്യപ്രദേശും. 32 താഴെ തന്നിരിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ആരവല്യ പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുന്നതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതനിരകളിലാണ്. 33 ഇന്ത്യൻ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക? അപ്പോൾ ആൻസർ ഓപ്ഷൻ എ വടക്കൻ സിർക്കാസ് തീരമാണ്. 34 കേരളത്തിൽ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നത്. യോജിക്കുന്നവ കണ്ടെത്തുന്നതാണ്. യോജിക്കുന്നവ ഓപ്ഷൻ ഡി ആണ്. 1, 2, 5 ആണ്. ബേപ്പൂർ, കോഴിക്കോട്, മുനമ്പും എറണാകുളത്തും അഴീക്കൽ, കൊല്ലത്തുവേ.
35 ഇത്തവണ അർജുന അവാർഡ് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി അത്ലറ്റിക്സ് ആണ്. 36 ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തിരഞ്ഞെടുപ്പ് താഴെ പറയുന്നത്. അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്. 37 താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ഉപദ്വീപ് പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ. 38 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിക്കുന്നത്. ശരിയായ ക്രമീകരണം കണ്ടെത്തുന്നതാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. 39 ആന്റോണിയോ ഗുട്ടറൻസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ്. ആരാണ് ഇദ്ദേഹം? ആൻസർ ഓപ്ഷൻ സി UN സെക്രട്ടറി ജനറൽ ആണ്. 40ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. കണ്ണൂരും കാസർഗോഡുവേ 1, 2. 41ാമത്തെ ചോദ്യം, കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 78 താലൂക്കുകളെ. 42 താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി അഷ്ടമുടിക്കായലാണ്. 43 പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു. 44ാമത്തെ ചോദ്യം, ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം? ആൻസർ ഓപ്ഷൻ സി വിരാട് കോഹ്ലി. 45 ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ഇന്ത്യ. 46 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി? ആൻസർ ഓപ്ഷൻ ഡി പാരീസ്. 47 നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുത്തുന്ന പരിപാടി സർക്കാരിൻ്റെ ഏത് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. 48 മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടനാരാണ്? ആൻസർ ഓപ്ഷൻ എ അല്ലു അർജുൻ. 49 ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ദഹനം സുഗമമാക്കാൻ. 50ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ സൗരദൗത്യത്തിൻ്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ ആദിത്യ L1. 51 ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? ആൻസർ ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ. 52 ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡ് ആണ്. ഓപ്ഷൻ ബി. 53 താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് ആൻസറായിട്ട് വരുന്നത് മലമുഴക്കി വേഴാമ്പലും അതുപോലെ തന്നെ മലബാർ വെരുകുമാണ്. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് 2, 3. 54 നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി അപര്യാപ്തര രോഗങ്ങളായിട്ട് വരുന്നുണ്ട്. 55 ഐക്യരാഷ്ട്ര സംഘടന 2023 എന്ത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ചെറുധാന്യങ്ങളുമായിട്ടാണ്. 56 താഴെ തന്നിരിക്കുന്നവയിൽ സങ്കരയിന നെല്ലിനങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി പവിത്ര, അന്നപൂർണ. 57 എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെ നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ കാൽസ്യവും ഫോസ്ഫറസുമാണ്. ഓപ്ഷൻ എ ആണ്. 1 ശരി, 2, 3 ശരി. 58 ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി മണ്ണിലെ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. 59 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കോഴിക്കോടാണ്. 60ാമത്തെ ചോദ്യം, ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തവ കണ്ടെത്തുന്നതാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 4 മാത്രമാണ് ശരിയല്ലാത്തത്. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന വായുവിലാണെന്നുള്ളതാണ് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ സി ആണ്. 61 ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായ കണ്ടെത്തുക. ശരിയായത് ഓപ്ഷൻ സി ആണ്. 1, 4 ആണ്. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷും അതുപോലെ തന്നെ സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജനാണ്. 62 ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കും. ശരിയല്ലാത്തത് ജോഡി കണ്ടെത്തുക. ശരിയല്ലാത്ത ജോഡി ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. സിങ്ക് ഗലീനയാണ്. 63 എക്സ് എന്ന മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 281 ആയാൽ ആ മൂലകത്തിൻ്റെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ 3 ആണ്. 64 എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗഗി ബെവൻസി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി എക്മോവ് എന്നിവർക്ക് 2023 രസാന്തരത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി ക്വാണ്ടം ഡോട്ട്സ് ആണ്. 65ാമത്തെ ചോദ്യം, ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ഗതികോർജ്ജം താഴെ തന്നിരിക്കുന്നതിൽ എന്തിനെയെല്ലാം ആശ്രയിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് എന്തിനെല്ലാം ആശ്രയിക്കുന്നത്? മാസിനെ ആശ്രയിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പ്രവേഗത്തെ. ഓപ്ഷൻ സി ആണ് ആൻസർ 2, 3. 66 ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പല്ലൻ്റ് ഏതാണെന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ഹൈഡ്രജൻ, ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. 67 വിറ്റാമിനുകൾ ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്ത ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണെന്നാണ് ശരിയല്ലാത്ത പ്രസ്താവന വരുന്നത്. 68ാമത്തേത് കേരളത്തിൽ വ്യാപകമായി ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ ഏതൊക്കെയാണെന്നാണ്? സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ: ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കുവാൻ അനുവദിക്കരുത്, അതുപോലെ തന്നെ
കൊതുകുവല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക. അപ്പോൾ 1 ശരി 4 ശരിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 2023 അടുത്ത 69ാമത്തെ ചോദ്യം. 2023 ഓഗസ്റ്റിൽ EG 5.1 ഈറിസ് എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി മഹാരാഷ്ട്രയാണ്. 70 ഇന്ത്യയിൽ ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ എ കേരളം. 71 ജലജന്യ രോഗമായ ഡയറിയയ്ക്ക് കാരണമാകുന്ന രോഗമാണ്? ആൻസർ ഓപ്ഷൻ എ ബാക്ടീരിയ. 72 കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? അതിൻ്റെ രോഗങ്ങൾ ഏതൊക്കെയാണ്? മന്തും വരും, മലമ്പനിയും വരും. ആൻസർ ഓപ്ഷൻ ഡി 2ഉം 4ഉമാണ് ശരിയായിട്ട് വരുന്നത്. 73 ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ 74 അടുത്തിടെ GI ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി ആസാമാണ്. 75 താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് ശരിയായ ജോഡി, ഡയേറിയ ബാക്ടീരിയ. 76 ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക. ശരിയായിട്ടുള്ളവ കണ്ടെത്തുന്നതാണ്. ഒന്നാമത്തേതും രണ്ടാമത്തേതുമാണ് ശരിയായിട്ടുള്ളത്. അതായത് ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു. പുകവലി, മദ്യപാനം, മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. അപ്പം 1 ശരി 2 ശരി. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 76. 77 വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. വാക്സിനുകളെല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകുന്നവയാണെന്നുള്ളതാണ് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്. 78 വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 79 ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച് പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്തും. അപ്പോൾ ശരിയായവ കണ്ടെത്തുമെന്നാണ്. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് 1 അതായത് സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യമാണിത്. അതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരി. ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1 ശരി 3 ശരി. 80ാമത്തെ ചോദ്യം ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണം ഏതാണെന്നാണ്? ആൻസർ ഓപ്ഷൻ ബി സ്റ്റെതസ്കോപ്പാണ്. ഇനി മാത്സ് ആണ് വരുന്നത്. മാത്സ് 81ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, കൂട്ടത്തിൽപ്പെടാത്തത്. സി 5/8 ആണ്, 5/8 ആണ് വരുന്നത്. 82ാം ചോദ്യം 10 പേർ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ എത്ര ഹസ്തദാനം ഉണ്ടാകും? ആൻസർ ഓപ്ഷൻ എ 90 ആണ്. അതുപോലെ തന്നെ 83ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ മൂന്നാമതായി വരുന്ന സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 121 ആണ്. 84ാമത്തെ ചോദ്യം BDE EGH HJK എന്ന ശ്രേണിയിലെ അടുത്ത പദം ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി KMN ആണ്. അടുത്തത് 85ാമത്തെ ചോദ്യം ഒറ്റയാനെ കണ്ടെത്തുക. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ 8:33 ആണ്. അതുപോലെ തന്നെ 8:33. 86ാം ചോദ്യം 32ൻ്റെ സ്ക്വയർ ഈക്വൽ ടു 1024 ആയാൽ 0.00124 എന്നതിൻ്റെ വർഗ്ഗമൂലം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 0.032 ആണ്. 87ാം ചോദ്യം 28 എന്ന ഭാജ്യ സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം? ആൻസർ ഓപ്ഷൻ എ 6 ആണ്. 88 എൻ്റെ ആൻസർ ഓപ്ഷൻ എ 5490 ആണ്. 89ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 35.803 ആണ്. 90ാമത്തെ ക്വസ്റ്റ്യൻ എക്സിൻ്റെ 15% വൈയുടെ 40% തുല്യമായ X/Y കാണുമെന്നാണ്. എൻ്റെ ആൻസർ ഓപ്ഷൻ ബി 8:3 ആണ്. 91ാമത്തെ ചോദ്യം അജയൻ വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം അജയൻ്റെ പ്രായം വിജയൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും എങ്കിൽ വിജയൻ്റെ വയസ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ആൻസർ ഓപ്ഷൻ സി 9 ആണ്. 92ാം ചോദ്യം 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3ഉം 12 കൊണ്ട് ഹരിക്കുമ്പോൾ 6ഉം 14 കൊണ്ട് ഹരിക്കുമ്പോൾ 8ഉം ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ആൻസർ ഓപ്ഷൻ ബി 246 ആണ്. 93ാം ചോദ്യം സൺ എന്ന വാക്ക് RTTVMO എന്ന കോഡ് ചെയ്താൽ പെൻ എന്ന വാക്ക് എങ്ങനെ എഴുതുമെന്നാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ OQDFMO ആണ്. 94ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ 0.248 ആണ്. 95ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 216 ആണ്. 96ാമത്തെ ചോദ്യം ഒരു തീവണ്ടിയുടെ ശരാശരി വേഗത 90 km/മണിക്കൂർ എങ്കിൽ ആ തീവണ്ടി 15 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എന്തെന്നാണ്? ആൻസർ ഓപ്ഷൻ സി 22.5 കിലോമീറ്റർ ആണ്. 97ാം ചോദ്യം 1250 രൂപ 5% സാധാരണ പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ 1750 രൂപ കിട്ടുന്നത് എത്ര വർഷം വേണം? ആൻസർ ഓപ്ഷൻ ബി 5 വർഷം ആണ്. 98ാം ചോദ്യം ഒരു തൊഴിലാളിയുടെ തുടർച്ചയായ 5 ദിവസത്തെ കൂലി 800, 760, 780, 750, 720 രൂപ എന്നിവയാണ്. 6 ദിവസത്തെ ശരാശരി കൂലി 775 രൂപയായാൽ 6ാം ദിവസത്തെ കൂലി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. എൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 840 ആണ്. അതുപോലെ 99ാമത്തെ ക്വസ്റ്റ്യൻ ഒരു സംഖ്യയുടെ 40% 160 ആയാൽ ആ സംഖ്യയുടെ 30% എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 120 ആണ്. അതുപോലെ തന്നെ 100ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി 5 ആണ് വരുന്നത്. അപ്പം ഇന്നത്തെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളൊന്ന് അഭിപ്രായം ചെയ്യണം. LGS ലെവലിലുള്ളൊരു എക്സാം ആയിരുന്നു ഇന്ന് നടന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള മിക്ക
എല്ലാ കറണ്ട് അഫെയർ ചോദ്യങ്ങളും നമ്മുടെ കറണ്ട് അഫെയർ ക്ലാസ്സിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. നമ്മുടെ കറണ്ട് അഫെയർ ക്ലാസ് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് കറണ്ട് അഫെയറും ചോദിച്ചാൽ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ക്ലാസ്സസ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് കറണ്ട് അഫെയറിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഇതുപോലെ നമ്മുടെ കറണ്ട് അഫെയർ ക്ലാസ്സസ് മാക്സിമം എല്ലാവരും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. LDC പോലുള്ള എക്സാംസ് ഒക്കെ വരുന്നുണ്ട്, അതിനൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. അപ്പം ഈ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. എക്സാം എഴുതിയവർ എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്നൊന്ന് ആൻസർ കീ വെച്ച് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. താങ്ക് യു ഓൾ.